എപ്പോഴും ഇവിടെ വരുമ്പോൾ, ഉടമ്പടിക്ക് വരുമ്പോൾ സന്തോഷമായിരിക്കുക. എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ സന്തോഷത്തിലാണ്. സങ്കടം വരുമ്പോൾ, സങ്കടമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ദൈവമായിട്ട് കണക്ഷൻ വിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ്. തിരിച്ച് കണക്ഷനിലേക്ക് വരണം. മൊബൈലിൽ ചിലപ്പോൾ റേഞ്ച് ഇല്ലാതെ ഇരിക്കുമല്ലോ. അപ്പോൾ കണക്ഷനിൽ റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കണം. സങ്കടം വരുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളെ വിശ്വാസം കുറയുക ചെയ്യുന്നത്. ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദൈവം എൻ്റെ കൂടെയാണ് എന്നുള്ള ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ വിചാരം, സങ്കടപ്പെടുത്തുന്ന കാര്യം ആവർത്തിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. നമുക്കൊക്കെ പറ്റുന്നത് ദൈവം കൂടെ ഉണ്ടെന്നുള്ളത് ആലോചിക്കുകയില്ല. എന്തെങ്കിലും ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ ഓർമ്മയെ കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് അത് ആഴത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അമ്മ മാതാവ് ചെയ്തത് വചനമാണ് ആഴത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്, ഹൃദയത്തിൽ വെച്ച്. നമ്മൾ ചെയ്യുന്നത് സങ്കടങ്ങൾ ഹൃദയത്തിൽ വെച്ച് അത് ആലോചിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. അത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് വിട്ടുകളയുക. അതുപോലെ ഉടമ്പടി എടുക്കുമ്പോൾ ഏറ്റവും സന്തോഷം എന്താ, ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ 8500 കൂടുതൽ വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. വാഗ്ദാനത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഈ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതലുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമുണ്ട് അതെല്ലാം വാഗ്ദാനത്തിലുണ്ട്. പക്ഷേ നമുക്ക് വാഗ്ദാനം മാംസമാക്കാൻ പറ്റാത്തതുകൊണ്ട്, അത് വിശ്വാസം കുറയുന്നതുകൊണ്ടാണ് നമുക്കത് പ്രയോജനപ്പെടാത്തത്. പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ ആ വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറുന്നത് കാണാം. എല്ലാ വാഗ്ദാനങ്ങളും അത് കാത്തിരിക്കണം, അത്രേ ഉള്ളൂ. ഹെബ്രി 6:15 അബ്രാം കാത്തിരുന്നുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ നിറവേറിയത്. അബ്രാമിൻ്റെ ജീവിതത്തിൽ തിടുക്കം വയ്ക്കാതെ, കരയാതെ, ബഹളം വയ്ക്കാതെ കാത്തിരിക്കണം. ഈ സങ്കടമൊക്കെ ഉള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാറില്ല. ഈ ലോകത്തിൻ്റെ കാര്യത്തിൻ്റെ പുറകെ പോയി ഉടമ്പടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കൂടെ ദൈവം ഉണ്ടാകുന്ന എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ദൈവം ഉണ്ടാകും, പക്ഷെ അത് നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ടാകും. ദൈവം കൂടെ നടക്കണ്ടെന്ന് നോക്കണം. അപ്പോൾ ദൈവത്തിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ദൈവം ലൂക്ക 9-ാം അധ്യായത്തിൽ 57 തൊട്ട് 62 വരെ 3 പേരെയാണ് ദൈവം വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളെ വിളിക്കുമ്പോൾ അവൻ സുഖസൗകര്യത്തിൻ്റെ ആളാണ്. അപ്പോൾ ഈശോ പറയണ, എനിക്ക് എൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവുമില്ല. പശുക്കൾക്കുണ്ട്, കുറുക്കന് പോലും ഉണ്ട് താമസിക്കാനുള്ള സ്ഥലം, പക്ഷേ എനിക്കില്ല. അപ്പോൾ അവൻ വരില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലസത കൂടുതൽ, എന്ന് വെച്ചാൽ സുഖ സൗകര്യം, സന്തോഷം, അതുമാത്രം. സുഖം വേണം ജീവിതത്തിൽ. എന്തെങ്കിലും ചെറിയൊരു സഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അത് എപ്പോഴും അതിനെക്കുറിച്ച് പേടിക്കും. സഹനം വഴിയാണ് ദൈവാനുഭവം നമുക്ക് കിട്ടുന്നത്. എപ്പോഴും മനസ്സിലാക്കണം. ചെങ്കടൽ അനുഭവം ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൊടുത്തത് തന്നെ ആ ചെങ്കടലിൽ കൂടി ഒരു വഴി ഉണ്ടാക്കാൻ ദൈവത്തെ കൊണ്ട് സാധിക്കുമെന്ന് അവരൊക്കെ മനസ്സിലാക്കി അനുഭവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കൊണ്ടുപോയത്. അത് സഹനമായിട്ട് കാണേണ്ട കാര്യമില്ല. ആ വഴി നടന്നപ്പോഴാണ് അവർക്ക് ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സിലായത്, സംരക്ഷണം മനസ്സിലായത്. അപ്പോൾ ഈ ഒന്നാമത്തെ ആളെപ്പോലെ പലവരുണ്ട്. നമ്മൾ സുഖ സൗകര്യം അതുമാത്രം വേണം. നമുക്ക് ഇച്ചിരി പ്രശ്നം വന്നാൽ അപ്പം വിഷമിക്കും, അപ്പം സങ്കടമായി, ദൈവം എൻ്റെ കൂടെ ഇല്ല, പ്രാർത്ഥിക്കില്ല, പ്രാർത്ഥന വിട്ടുപോകും. അത് പ്രലോഭനമാണ്. അപ്പോൾ ഉടമ്പടി വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ടാണ് ഉപവാസം
ഉപവാസം എന്ന് വെച്ചാൽ എന്താ? ഈ ലോകത്തിനെ തോൽപ്പിക്കുക. ലോകമെന്ന് പറഞ്ഞാൽ ശരീരത്തിനെ തോൽപ്പിക്കുക, ആത്മാവിനെ വിജയിപ്പിക്കുക. ഉപവാസം അതാ. ഉപവസിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ശരീരത്തിന് ക്ഷീണം കൊടുത്തിട്ട് ആത്മാവിനെ ശക്തിപ്പെടുത്തണം. പ്രാർത്ഥിക്കണം. ആ സമയത്ത് പ്രാർത്ഥിക്കണം. ഇല്ല ഉപവാസം എടുത്തിട്ട് ടി വി കണ്ട് മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ സുഖസൗകര്യം ദൈവം വിളിക്കുമ്പോൾ ആദ്യത്തെ ടൈപ്പായ ആൾക്കാർ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഒരാളെ വിളിക്കുമ്പോൾ അയാൾ പറയും, ആദ്യം ഞാൻ പോയിട്ട് എൻ്റെ അച്ഛനെ അടക്കം ചെയ്തിട്ട് വരട്ടെ എന്ന്. ആദ്യം, അതാണ് ആദ്യം ദൈവം വിളിക്കുന്നത്. അപ്പോൾ അടക്കം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്ത് നഷ്ടപ്പെടുന്നതിനെ ഒന്നാം സ്ഥാനം കൊടുക്കുക. അങ്ങനെ ജനങ്ങളുണ്ട്. സമയം കളയണത്, പ്രാർത്ഥനയ്ക്ക് സമയമില്ല. ഈ കാലത്തെ തുടങ്ങിയ അവൻ തിടുക്കവും പരവേശവുമാണ്. എങ്ങനെയും കാശുണ്ടാക്കണം, ഇല്ല എങ്ങനെയും ജീവിക്കണം, ഇല്ല അത് ചെയ്യണം ഇത് ചെയ്യണം. കുറേ ജോലി അങ്ങോട്ട് എടുത്ത് തലയിലിട്ടിട്ട് പ്രാർത്ഥിക്കാനേ സമയം ഉണ്ടാകില്ല. എന്നിട്ട് അവർ പറയണം എനിക്കിവിടെ സമയം. അപ്പോൾ ഒന്നാം സ്ഥാനം ആദ്യം അവർ ഈ നഷ്ടപ്പെടുന്നതിനാണ് വില കൽപ്പിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർക്ക് ഈശോയുടെ കൂടെ നടക്കാൻ സാധിക്കില്ല. എപ്പോഴും ബിസിയായിരിക്കുക. ബിസി. അവനതാ പറഞ്ഞത്, ആദ്യം ഞാൻ പോയിട്ട് അടക്കും. അപ്പോൾ ഈശോ പറഞ്ഞാൽ മരിച്ചവരെ അടക്കുന്ന. അത് മരിച്ചതാണ്. അത് ലോകത്തിൻ്റെ, അതുകൊണ്ട് ഒരു യൂസും ഇല്ല. ജീവനുള്ള ദൈവം, ഉയർപ്പിൻ്റെ ദൈവമാണ് കൂടെ ഉള്ളത്. അപ്പോൾ അത് ആ സമയം അതിന് കൊടുക്കുക. മൂന്നാമത്തവർ ഈശോയുടെ കൂടെ വരാൻ പറയുമ്പോഴത്തേക്ക് അവർ പറയണം ഞാൻ പോയിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് വരട്ടെ എന്ന് വെച്ചാൽ അമ്മ ചിലപ്പോൾ തിരിഞ്ഞു നോക്കരുതെന്നാണ് ഈശോ പറഞ്ഞത്. എൻ്റെ കൂടെ അനുഗമിക്കുമ്പോൾ, എൻ്റെ കൂടെ നടക്കുമ്പോൾ തിരിഞ്ഞ് നോക്കാൻ പാടില്ല. ഈ 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, സുഖസൗകര്യം കുറയ്ക്കണം. സഹനം വരുമ്പോൾ അതിന് സന്തോഷത്തോടെ നന്ദി പറയാൻ പഠിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സാധിക്കും. ദൈവാനുഭവം നമുക്ക് കിട്ടും. രണ്ടാമത്തത്, കൂടുതൽ ബിസിയാകരുത്. ആദ്യമെന്ന് പറയണത് ദൈവത്തിനായിരിക്കണം. ആദ്യം ഞാൻ അത് ചെയ്യട്ടെ, എൻ്റെ കാര്യങ്ങൾ, എനിക്ക് നാളെ ജീവിക്കണ്ടേ, നാളെ അത് ചെയ്യണ്ടേ, അതൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ ആദ്യം ദൈവത്തിന്, പ്രാർത്ഥനയ്ക്ക് ആദ്യം സമയം കൊടുക്കുക. പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കുക. അത് പിന്നെയാകാം. പിശാച് അതാ ചെയ്യുന്നത്. മൂന്നാമത്തത്, നമ്മൾ പല പാവങ്ങളും വിട്ടുകളയും. ചിലപ്പോൾ വെറുക്കെന്നൊക്കെ പറഞ്ഞാൽ ഉടമ്പടിയിൽ വരും, പ്രാർത്ഥിക്കും, ഈ പാവം വിട്ടുകളയാം. പക്ഷെ തിരിഞ്ഞു നോക്കും. നമ്മൾ പലവരെയും ക്ഷമിച്ചിട്ടുണ്ടാകും. ക്ഷമിച്ച് കഴിഞ്ഞിട്ട് അപ്പം ദൈവാനുഭവം നഷ്ടപ്പെടും. ക്ഷമിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥനയിലൊക്കെ തുടങ്ങിയൊക്കെ കഴിയുമ്പോൾ പിന്നെ വിചാരിക്കും എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തതല്ലേ അമ്മ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കും. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. ചില കാര്യങ്ങൾ ചിലവർ മദ്യപാനം നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കും. ഞാൻ എപ്പോഴെങ്കിലൊക്കെ അല്ലേ, ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും കുടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കും. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. ഇതൊക്കെ പ്രലോഭനമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രാർത്ഥനയിലാണ്. ഞാൻ ഉടമ്പടി എടുത്ത് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഇവിടെ വന്ന് ഫോം ഇട്ട് പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലി, സന്ധ്യാപ്രാർത്ഥന ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പലവർക്കും അനുഭവം കിട്ടാത്ത, ദൈവം കൂടെ നടക്കുന്ന അനുഭവം കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ ഈശോ പറയണത് ഇതെന്തുകൊണ്ടാണ് ഈ പ്രലോഭനം നമുക്ക് ഉണ്ടാകുന്നത്? അതിൽ ശ്രദ്ധിക്കേണ്ടത് യാക്കോബ് 1-ാം അധ്യായം 14-ാം തിരുവചനം 1:4. അതിൽ പ്രലോഭനം ഉണ്ടാകാൻ കാര്യം നമ്മളെ ദുരാശയാണ്. ദുരാശ കൊണ്ടാണ്. നമുക്ക് എപ്പോഴും എന്താ കാര്യം, ദുരാശ എന്താ കാര്യമെന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് അടുത്തുള്ളവരെ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് എഴുതി വയ്ക്കും. എൻ്റെ ജീവിതത്തിൽ ഈ ശ്രദ്ധിക്കണം കേട്ടോ, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഈ 6 വിഷയങ്ങൾ നിയോഗം എഴുതുമ്പോഴും
നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് ഈശോനെ തന്നെ വേണം. ഇത് എനിക്ക് എല്ലാ അനുഗ്രഹത്തിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. എനിക്ക് വീട് വേണം, ഇന്നും പണം വേണം, നമുക്ക് ചിലപ്പോൾ ആസ്തി ഉണ്ടാവും, ഇനിയും വേണം, ഇല്ല നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളുടെ ആശയമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവം പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നഷ്ടപ്പെടുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കരുത് എന്ന് വെച്ചാൽ ഇതെല്ലാം നഷ്ടപ്പെടും. ഇതൊക്കെ എന്ന് വരെ അമ്മ ഈ കഷ്ടപ്പെട്ട് ഈ കാശുണ്ടാക്കി 1000, 2000, 5000 എന്ന് വെച്ച് കുറച്ച് പുറത്തായിട്ട് ചേർത്ത് ലക്ഷങ്ങളാക്കി ചിലപ്പോൾ ബാങ്കിൽ വെക്കുന്നതും അതെല്ലാം എപ്പോഴെങ്കിലൊക്കെ നഷ്ടപ്പെടും. പലവരും കൗൺസിലിങ്ങിൽ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്കിപ്പോൾ 1 കോടി രൂപ കടവാണ്, 10 ലക്ഷം കടവാണ്, പലിശ കൊടുക്കേണ്ട 20,000 രൂപ. ഇപ്പം മിനിയാന്നൊരു സഹോദരൻ വിളിച്ചിരുന്നു, 20,000 രൂപ എനിക്ക് ശമ്പളമാണ്, 13,000 രൂപ ഞാൻ പലിശ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടും, ഏതെങ്കിലും കാലത്ത് നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ആശയാണ്, ദുരാശ. ദൈവം പറഞ്ഞു ഇതിനു വേണ്ടി നിങ്ങൾ ജോലി എടുക്കണ്ട, ഇത് പ്രാർത്ഥിച്ചില്ലെങ്കിലും പലവർക്കും കിട്ടാറുണ്ട്. വിശ്വാസത്തിലില്ലാത്തൊരു കാശുകാരില്ലേ, അവർക്ക് ബംഗ്ലാവില്ലേ, വീടും ബംഗ്ലാവില്ലേ. നമുക്കാവശ്യം ഇതിൻ്റെ എല്ലാം കൂടെ ഈ അനുഗ്രഹം തരുന്നത്, ദൈവം തരുന്നത് ഈശോനെ തന്നെ നമ്മൾ ചോദിക്കണം. വിശ്വാസത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കാര്യം എന്താ, ഇതിലൊരു വിഷയമുണ്ട്. ഇത് ഈശോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:19 ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഈ ലോകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നീ ഈശോനെ അന്വേഷിക്കണമെങ്കിൽ നിന്നെക്കാളും ദുർഭാഗ്യമുള്ളവർ വേറെ ആരുമില്ല. അപ്പോൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി, ഈ ലോകത്തിന് ജീവിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നീ ഈശോനെ അന്വേഷിക്കണമെങ്കിൽ അത് ദുർഭാഗ്യമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ അനുഗ്രഹം മാത്രം, സമ്പത്തും ആവശ്യങ്ങളും മാത്രം ചോദിച്ചാൽ, ഇത് സാത്താൻ പറയുന്ന ഒരു വാക്കുണ്ട്, പിശാച് പറയുന്നത് ലൂക്ക 4:6 പറയണത്, ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ആധിപത്യം എനിക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുത്തവർക്ക് ഞാനത് കൊടുക്കുമെന്നാണ് പിശാച് പറയണത്. ഈശോയുടെ തന്നെ അവൻ പറയുക, അതിൻ്റെ ആധിപത്യം എനിക്കാണ്. അപ്പം ഈ ദുരാശയാണ് നമ്മൾ കുറേ സാധനം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അതുകൊണ്ടാണ് പറയണം, നീ അതിനു വേണ്ടി മാത്രമാണ് എന്നെ അന്വേഷിക്കണമെങ്കിൽ ദുർഭാഗ്യമാണെന്ന്. എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടും. പിശാച് നമ്മളോട് പറയും ഞാനത് നിനക്ക് തരാം. അങ്ങനെയാണ് ചില അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ട് നമ്മൾ പ്രാർത്ഥന വിട്ടുപോകും. പല സമയത്ത് നമുക്ക് ചിലപ്പോൾ ബിസിനസ് വരും, ചിലപ്പോൾ കാശിൻ്റെ ആവശ്യത്തിന് നമ്മൾ പോകുമ്പോഴത്തേക്കും കാശ് മതി, ഇല്ല കടം തീരണം, അത് വേണം, ഇത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴത്തേക്കും ആദ്യം സംഭവിക്കുന്നത് നമ്മളെ പ്രാർത്ഥന വിട്ടുപോകും. സാത്താൻ്റെ ആധിപത്യം നമ്മളെ മുകളിൽ അവൻ കൊണ്ടുവന്ന് അധികാരം ഉണ്ടാകും സാത്താന്. അപ്പോൾ പിന്നെ എന്താ കാര്യം, വല്ലവരോട് വെറുപ്പുണ്ടാവും, നമ്മൾ കുറേ പാവങ്ങൾ ചെയ്യും, പാപം ചെയ്തു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഈശോയുടെ അടുത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീതി ചെലുത്തണം, വചനം പാലിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ സാത്താൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. സാത്താൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ നുണ പറഞ്ഞാലും കിട്ടും, ഈ പാവം ചെയ്താലും കിട്ടും, എന്തും കിട്ടും. ഈ അനുഗ്രഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അനുഗ്രഹം വേണ്ടെന്നില്ല, നിനക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് നിൻ്റെ പിതാവിന് അറിയാം. ജീവിക്കാനുള്ളതെല്ലാം ദൈവം തരും. പക്ഷെ നീ ആഗ്രഹിക്കുന്ന ദുരാശയുള്ളത് ചിലപ്പോൾ ദൈവം തരില്ല. ദൈവത്തിന് എല്ലാം അറിയാം. നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് അതിൻ്റെ കൂടെ നൽകപ്പെടും. പക്ഷേ അമ്മ എന്താ കാര്യമെന്ന് വെച്ചാൽ അമ്മ ദൈവരാജ്യം അന്വേഷിക്കില്ല, നിത്യജീവന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ദൈവരാജ്യം എന്താ, ദൈവം ഈശോനെ തന്നെ അന്വേഷിക്കണം, അത് ഈശോയുടെ സ്നേഹം അന്വേഷിക്കണം. അത് നമ്മൾ അന്വേഷിക്കാതെ നമ്മെന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ മാത്രം, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം, അനുഗ്രഹങ്ങൾ മാത്രം അന്വേഷിക്കും. നമുക്ക് പ്രശ്നമാവും, പണി കിട്ടും, പിശാചിൻ്റെ പിടിയിലാകുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് സംഭവിക്കുന്ന, ഇപ്പോൾ നമുക്ക് ഒരു വീട് വെച്ച്, ചെറിയ വീട് ഈശോ തന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതെങ്ങനെയും ആക്കിയിട്ട് ആദ്യം ഒരു ലോൺ കിട്ടും,
പലവരും കൗൺസിലിംഗ് പറയും ആദ്യം ഒരു ലോൺ കിട്ടും ചെറിയൊരു വീട് പണിയാൻ വേണ്ടിയിട്ട്, ആ കറക്റ്റ് ആ പൈസയ്ക്ക് അവർ കിട്ടില്ല. ലാസ്റ്റ് വരുമ്പോൾ ദുരാശയായിട്ട് അതെന്ത് ചെയ്യും, അത് കിട്ടുന്നത് ചിലപ്പോൾ 15 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ അവർ പണിയുന്നത് ഒരു 35 ലക്ഷം രൂപയ്ക്ക് പണിയും, ബാക്കി കടമാവും, ഇത് വീടെല്ലാം കൂടി ജപ്തുമാവും, ജപ്തിയായിപ്പോവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണത്, ദൈവമേ ഞാൻ ഇത് നിൻ്റെ ആഗ്രഹം എന്താണോ അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈശോ അതുകൊണ്ടാണ് പറയണത്, ഈ നഷ്ടപ്പെടുന്ന അപ്പത്തിന് വേണ്ടി നീ അധ്വാനിക്കേണ്ട. നിത്യജീവൻ തരുന്ന അപ്പം എന്താണ്, അതിനുവേണ്ടി വേണം അധ്വാനിക്കാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ആദ്യം 5000 പേർക്ക് ഈശോ അപ്പം കൊടുത്തായിരുന്നു ഇല്ലേ? 5000 പേർക്ക് 5 അപ്പം 2 മീനും 5000 പേർക്ക് ഈശോ കൊടുത്തായിരുന്നു. അനുഗ്രഹം ആദ്യം അനുഗ്രഹം കൊടുത്തിട്ട് ഈശോ പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ അപ്പം നഷ്ടപ്പെടും, ഈ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടാത്തത് എൻ്റെ ശരീരമായ അപ്പം നീ ഭക്ഷിക്കണം എന്ന് വെച്ചാൽ എന്നെ തന്നെയാണ് നിനക്ക് ആവശ്യം. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3 എന്നിൽ വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. അത് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ഉണ്ടല്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു, കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എല്ലാമായിരുന്നു. ജോലി 1200 രൂപ ശമ്പളമായിരുന്നു. ആ സമയത്ത് ഞാൻ ദിവസവും സമയം കിട്ടുമ്പോൾ ഒക്കെ മാതാവിൻ്റെ ഗ്രോട്ടോടെ മുമ്പിൽ പോയി നിൽക്കും, ദിവസവും നിൽക്കും. എന്നിട്ട് മാതാവിനോട് ഞാൻ ചോദിച്ചു, എനിക്കൊരു ബിസിനസ് വേണമേ. കയ്യിൽ 10 പൈസ ഇല്ലാത്തപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു കച്ചവടം വേണമെന്ന്. ആ സമയത്ത് മാതാവ് കുറേ ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബിസിനസ് തന്നു. അത് ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ ടെൻഡർ വയ്ക്കുമായിരുന്നു, ഗവൺമെൻറ് ടെൻഡർ ദിവസം വന്നപ്പോഴത്തേക്ക് എനിക്ക് ബിസിനസ് കൂടിയപ്പോഴത്തേക്കും കുറേ പാർട്ടീസായിട്ട് മീറ്റിങ്ങും കാര്യവുമായി. ഞാൻ തലേദിവസം മാതാവിൻ്റെ അടുത്ത് പോയി മെഴുതിരി കത്തിക്കാൻ വിട്ടുപോയി. സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരം പോയിട്ട് ആ ഗ്രോട്ടോ പോയിട്ട് മെഴുതിരി കത്തിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഈ ടെൻഡർ ഇടുന്നതിൻ്റെ മുമ്പ് ഞാൻ എപ്പോഴും കൊണ്ടുപോയിട്ട് ഈ ഫോം മാതാവിൻ്റെ മുമ്പിൽ വയ്ക്കുമായിരുന്നു. അത് കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ബിസിനസ് കൂടിയപ്പോഴത്തേക്കും പിശാച് എന്ത് ചെയ്തത്, ഈ പണം പണ്ടൊക്കെ 1200 രൂപ കിട്ടുന്നത് പിന്നെ ലക്ഷങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഇന്ന് വൈകുന്നേരം പോകണ്ട, ടെൻഡറല്ലേ, നാളെ കാലത്തേ നമുക്ക് പോകാം, അപ്പോൾ കാറൊക്കെ ഉണ്ടല്ലോ. അടുത്ത ദിവസം കാലത്തെ ഞാൻ പോയി. സാധാരണ അവിടെ മെഴുതിരി കത്തിക്കാൻ പോയി. അത് മറവക്കാടാണ് ഞാൻ പോകുന്നത് സാധാരണ, പണ്ട് കൃപാസനം അറിയണതിന് മുമ്പാണ്. അവിടെ പോയിട്ട് മെഴുതിരി കത്തിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇത് ദൈവം ഇതൊക്കെ ശ്രദ്ധിക്കും. ഞാൻ പോയി അവിടെ ടെൻഡറിൻ്റെ ദിവസം സമയം 10 മണിക്കാണ് ബോക്സിൽ ഇടേണ്ടത്. അപ്പോൾ 6 മണിക്ക് എണീച്ച് പോകാമെന്ന് പറഞ്ഞാൽ 6 മണിക്ക് എനിക്ക് കുറേ ഫോൺ വന്ന് പോയില്ല. അതിനെ പോകാതെ 8:30 ഞാൻ അവിടെ ഇറങ്ങി. എങ്ങനെയും പോയിട്ട് ഒന്ന് മെഴുതിരി കത്തിച്ചേക്കാം, ഫോർമാലിറ്റി കത്തിച്ചിട്ട് ഫോം കൊണ്ടുപോയിട്ട് കടവന്തരയിൽ കൊണ്ടുപോയിട്ടാണ് ഹെഡ് ഓഫീസ്, അവിടെ കൊണ്ടുപോയി ബോക്സിൽ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞ് തിരുത്തി വെച്ച് പോയി. അവിടെ പോയി നോക്കുമ്പോഴത്തേക്കും മെഴുതിരി കത്തിക്കാൻ പോകുമ്പോൾ അവിടെ എല്ലാ മെഴുകുതിരിയും തലേദിവസം മഴ വന്നിട്ട് ഒന്നുപോലും ഇരിക്കുന്നില്ല. ഞാൻ ധൃതിക്ക് പോയി, അവിടെ തീപ്പെട്ടിയുമില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അപ്പോഴാണ് തോന്നിയത്, അമ്മ എന്നെ റിജക്റ്റ് ചെയ്തെന്ന്. ദൈവം നമ്മളെ ചില ഇതുപോലെ നമ്മൾ 1-ാം സ്ഥാനം ഈ ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ റിജക്ഷൻ നമുക്ക് അനുഭവപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് മാതാവ് എനിക്ക് കാണിച്ചെന്നാണ്, ഇത് ഞാൻ വെറുതെ ഇല്ല പറയണേ. അപ്പോൾ ഈ അനുഗ്രഹം തന്നെ, ദൈവം തരുന്ന അനുഗ്രഹം തന്നെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് തരും, അതിൻ്റെ കൂടെ പിശാച് ഇടപെടും. പിശാചാണ് ഈ ആസ്തിയുടെ ഉടമസ്ഥനവനാണ്. ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ അധികാരം എനിക്കാ തന്നിരിക്കുന്നതാണ് പിശാച് ഈശോയോട് തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അനുഗ്രഹത്തിന് ചോദിക്കുമ്പോഴത്തേക്കും അതെല്ലാം പിശാച് ഇടപെടും, പ്രാർത്ഥനയിലിരുന്ന് നിങ്ങളകത്തിക്കളയും. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്ത്, മെഴുതിരി കത്തിക്കാൻ സാധിച്ചില്ല. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും കാലം അമ്മ മാതാവിൻ്റെ കൂടെ നടന്നിട്ട് എനിക്ക് ഇതുപോലെ ആയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഫോം അങ്ങോട്ട് വലിച്ചെറിഞ്ഞു.
എനിക്ക് ടെൻഡറും വേണ്ട, ഒന്നും വേണ്ട അമ്മ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കണം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അനുഭവം വരും, ദൈവം എൻ്റെ കൂടെ ഇല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ പലവരും ഇപ്പോൾ പറയാറുണ്ട്. പലവരും ഇന്നലെയൊക്കെ ഒരു ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അടുത്ത് കടവായി, ഒരു വീട് ഉണ്ടായിരുന്നു, അത് ജപ്റ്റായി, ഞാൻ വേറെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതാണ്, 2 കൊല്ലം മുമ്പേ എടുത്തതാണ്. പക്ഷേ അവർ ഈ കരച്ചിൽ ബഹളമാണ്. അപ്പോൾ ഇത് പോയിന്ന് പറയുമ്പോഴും ഇതെല്ലാം പോയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഇതൊന്നും വലുതില്ല. ഈ കരച്ചിലിൻ്റെ കാര്യം എന്താ? ആസ്തി, എനിക്ക് ഈ സമ്പത്താണ് വലുത്. 1-ാം സ്ഥാനം സമ്പത്ത് ആണെന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ വിഷമം വരുന്നത്. അത് ദൈവം നോക്കും. 1-ാം സ്ഥാനം ഏതാ? ആദ്യം പോയിട്ട് ഞാൻ എൻ്റെ അച്ഛനെ അടക്കം ചെയ്തിട്ടേ എന്ന് പറഞ്ഞത് ദൈവം ശ്രദ്ധിച്ചല്ലേ. പക്ഷേ ഈ ലോകത്തിൻ്റെ കാര്യത്തിന് ആദ്യ സ്ഥാനം. എന്ത് നഷ്ടം വന്നാലും, ഇപ്പോൾ അമ്മയ്ക്ക് ക്യാൻസറാണ്. ക്യാൻസർ ഇന്നലെ ഒരു ചെറിയ കൊച്ച് കേൾക്കുമ്പോൾ സങ്കടമാണ്. അവൾ കരയുകയാണ്, എനിക്ക് ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ആരും ഇല്ലെന്ന് പറയണത് ആ തെറ്റ്. എനിക്ക് എൻ്റെ ദൈവമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനിത് ഫോം വലിച്ചെറിഞ്ഞിട്ട്, ഇതിൻ്റെ അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അമ്മ മാതാവ് ഞമ്മ ഹൃദയം കൊണ്ടാണ് ഞാൻ അന്ന് തീരുമാനിച്ചത്, എനിക്ക് ഈ സമ്പത്തൊക്കെ നീ തന്നതാണ്, എനിക്ക് ടെൻഡറും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അത് ലക്ഷക്കണക്കിന് അന്ന് ടെൻഡർ ഇട്ടില്ലെങ്കിൽ നഷ്ടം വരും. കുറേ പേര് എനിക്ക് ഓഫർ തന്നിരിക്കുക, അതിൽ ഫോമിൽ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക, അത് നഷ്ടം വരും. എന്നാലും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ പുറയിൽ നടക്കണമെങ്കിൽ നീ തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് വേണം, അത് വിട്ടിട്ട് എൻ്റെ പുറയിൽ നടക്കുക എന്നാണ് ഈശോ പറഞ്ഞത്. നമുക്കുള്ളതെല്ലാം, നമുക്ക് ഈ സങ്കടം വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഞാൻ എന്തിനാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? ഈ ലോകത്തിനാണ്, ലോകത്തിൻ്റെ ആസ്തിയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നോക്കിയിട്ട് അതിനെല്ലാം വിട്ട് കളഞ്ഞിട്ട് 1-ാം സ്ഥാനം ഈശോയ്ക്കാക്കി കൊടുക്കണം പതുക്കെ. ചിലപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അമ്മയുടെ രോഗത്തിനായിരിക്കും 1-ാം സ്ഥാനം കൊടുക്കണം. അപ്പോൾ അത് സങ്കടമായിട്ട് മാറും. ഇല്ല വീട് ജപ്തായിപ്പോയി, അതിനായിരിക്കും. ഇല്ല ഭർത്താവിൻ്റെ മദ്യപാനം, ഇല്ല ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഇല്ല മക്കളുടെ പ്രശ്നം. അതിനെല്ലാം വിട്ടിട്ട് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റണം. അതാണ് നഷ്ടപ്പെടാത്ത അപ്പം. മറ്റതല്ല, ഇന്ന് നമ്മൾ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും, ഇന്ന് അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസമൊക്കെ ചിലപ്പോൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും കരയണം. പിന്നെ അത് കഴിഞ്ഞാൽ അവൻ്റെ കല്യാണത്തിനായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവനിക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇതെല്ലാം നഷ്ടപ്പെടും. നിൻ്റെ പ്രാർത്ഥന നീ ഈ ലോകത്തേക്ക് ആവശ്യത്തേക്ക് എന്തിന് ചോദിച്ചാലും അത് താൽക്കാലിക മാത്രമാവുള്ളൂ. അതൊന്നും നിനക്ക് നിരന്തരമായിരിക്കില്ല. നമ്മൾ അധ്വാനിക്കുന്നതൊക്കെ നമ്മൾ ജീവിക്കുന്നവരെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ അനുഗ്രഹം. അത് ശരീരം നഷ്ടപ്പെടുമ്പോൾ അതും തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഒറ്റ കാര്യം ചെയ്താൽ മതി, എനിക്ക് ഈശോയെ നീ മതി, ഈശോ നീ മതി. എപ്പോഴും ആഗ്രഹിച്ചാൽ മതി, ഈശോയെ നീ മതി. അതെങ്ങനെയാണ് ഈശോയെ നീ മതി എന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നത്? യോഹന്നാൻ 15:10, നീ എൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വസിക്കും എന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ നിലനിൽക്കും, നീ വിട്ടുപോകാതെ എൻ്റെ കൂടെ നിൽക്കും എന്ന് വെച്ചാൽ അനുസരണ. കൽപ്പന പാലിക്കുമ്പോൾ ഈശോ പറഞ്ഞ വചനം പാലിക്കാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഈ വചനത്തിനെക്കുറിച്ച്, വചനത്തിനെക്കുറിച്ച് ഈശോ എന്താ പറഞ്ഞാൽ അത് പാലിക്കണമെന്ന്? അത് പത്രോസ് നമ്മളോട് പറഞ്ഞാൽ, ഈശോ എപ്പോഴും ചോദിക്കും, നീ ഈ നഷ്ടപ്പെടുന്ന അപ്പത്തിന്, അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു ചോദ്യം വരും. അനുഗ്രഹത്തിൽ തന്നെ ഒരു ചോദ്യം, അനുഗ്രഹം വെച്ച് തന്നെ നമുക്കൊരു ടെസ്റ്റ് വയ്ക്കും ദൈവം എപ്പോഴും. അത് പത്രോസിന് കൊടുത്താൽ, നീയും എന്നെ വിട്ടുപോകുന്ന. കുറേ ശിഷ്യന്മാർ വിട്ടുപോയല്ലോ. അപ്പോൾ നമുക്ക് ചില അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തന്നിട്ട് അതിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് കുറച്ച് കാശ് കിട്ടും, സമ്പത്ത് കിട്ടും, അതിലൊരു നഷ്ടം വരും. അപ്പോഴത്തേക്കും ഒരു ചോദ്യം ഉണ്ടാവും, നഷ്ടം വരുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസം, നമ്മൾ പ്രാർത്ഥിച്ച് നമുക്കൊരു സമ്പത്ത് കിട്ടിയില്ല, കുറച്ച് അനുഗ്രഹം കിട്ടി, അപ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാകും.
അപ്പോൾ അതിൽ തന്നെ ദൈവം ഒരു ടെസ്റ്റ് വയ്ക്കും. ടെസ്റ്റ് വെച്ചിട്ട് അതിൽ പ്രശ്നമായി കഴിയുമ്പോഴത്തേക്ക് ഏതോ അന്ന് ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞാണല്ലോ, ഇന്ന് എനിക്ക് പ്രശ്നമായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സംഭവിക്കും. ചിലവർ ഒരു 6 മാസം മുമ്പേ സാക്ഷ്യം പറയും. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് ഇന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൽ തന്നെ പ്രശ്നമായി. അപ്പോൾ വിശ്വാസം പോയി. അന്ന് എനിക്ക് സംഭവിച്ചതൊക്കെ അത് ചിലപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അത് വെറുതെ ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ടായിരിക്കില്ല, പിന്നെ വെറുതെ കിട്ടി. പിശാച് അങ്ങനെയാണ് കൊണ്ടുവന്ന് തരുന്നത്. അത് 1-ാം സ്ഥാനം നിങ്ങൾ അനുഗ്രഹത്തിന് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ദൈവം ടെസ്റ്റ് വെച്ചിട്ട് ദൈവം പറയുന്നത്, ഇപ്പം നീ എന്നെ വിട്ട് പോകുന്നതെന്ന് ചോദിക്കും. പത്രോസിനോടും ചോദിച്ചത് എന്താ? നീ എന്നെ വിട്ട് പോകുന്ന. അതെങ്ങനെയാണ് ടെസ്റ്റ് വെച്ചത്? പരീക്ഷ വയ്ക്കുന്ന എങ്ങനെയാണ്? അവിടെ അപ്പത്തിൻ്റെ അനുഗ്രഹം കൊടുത്ത് 5 അപ്പം 5000 പേർക്ക് കൊടുത്ത് അത്രയും അനുഗ്രഹം, അപ്പത്തിൻ്റെ അനുഗ്രഹം തന്നെ കൊടുത്തിട്ട് പിന്നെ പറഞ്ഞ അപ്പം വെച്ച് തന്നെയാണ് ടെസ്റ്റ് വെച്ചത്. ഈ അപ്പമില്ല നീ ഭക്ഷിക്കേണ്ടത്, എൻ്റെ ശരീരമാണ് അപ്പമായിട്ട് ഭക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വിട്ടുപോയി. പത്രോസിനോട് പറഞ്ഞ് നീ എന്നെ വിട്ടുപോകുന്ന. അപ്പം ഈശോയുടെ കൂടെ നിൽക്കാൻ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ എവിടെ പോവും? ജീവൻ്റെ വചനം നിൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പാലിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ, വസിക്കാൻ പറ്റുള്ളൂ, നിലനിൽപ്പ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പാലിക്കാൻ എന്തിനാണ് ഈശോ എപ്പോഴും പറയുന്നത് നീ വചനം പാലിക്കണമെന്ന്? പ്രൈസ് ദി ലോർഡ്. നീ എന്താ വചനം പാലിക്കണം? അവൻ പറയുന്നത് ചെയ്യുക എന്ന് അമ്മ മാതാവ് ഉടമ്പടിയിൽ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത് നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുക, ക്ഷമിക്കുക. എന്തിനാ ഈ വചനത്തിൽ വചനം പാലിക്കണമെന്ന് എന്തിനാ പറയണത്? ആരെങ്കിലും എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്താ ഉള്ളത്? ഇങ്ങനെ ഈശോ എപ്പോഴും കുറച്ച് വചനം, ഈശോയുടെ വാക്കുകൾ പറഞ്ഞിട്ട് അത് പാലിക്കാമെന്ന് പറയണത്. അത് നിയമാവർത്തനം 11:8 വചനം നീ പാലിക്കുമ്പോൾ നീ ശക്തി പ്രാപിക്കും. അതുപോലെ നീ ഇരിക്കുന്ന സ്ഥലത്തിൽ നിനക്ക് ആധിപത്യം ഉണ്ടാകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യു വിൽ ഗെറ്റ് ദി പൊസഷൻ ഓഫ് ദി പ്ലേസ് വെയർ യു ലിവ് എന്ന് വെച്ചാൽ നിനക്ക് ആധിപത്യം ഉണ്ടാവും അതിൻ്റെ പുറത്ത്. അപ്പോൾ ആധിപത്യം ആർക്കാണ്? നമ്മളെ വീടൊക്കെ നമ്മൾ വിചാരിക്കുക ആധിപത്യം എനിക്കാണ് അധികാരമെന്ന്. ഇല്ല, അതിൻ്റെ പുറത്ത് അധികാരം പിശാചിനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പലർക്കും അതുകൊണ്ടാണ് ഈ വീട്ടിൽ കയറുമ്പോഴത്തേക്കും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളും, പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒക്കെ സ്നേഹമായിരിക്കും, ബോംബ് വെട്ടുന്ന പോലെ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. വീട്ടിൽ കയറാൻ കുറേ പേർക്ക് സങ്കടമാണ്. പുറത്തിരിക്കുമ്പോഴൊക്കെ സന്തോഷമാണ്, വീട്ടിൽ കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. അതേപോലെ നിൻ്റെ ബിസിനസ്സിൽ ആധിപത്യം പിശാചിനായിരിക്കും പല സമയത്തും. അതുകൊണ്ടാണ് നിനക്ക് അപ്പോഴും ടെൻഷൻ വരുന്നത്. ശരീരത്തിൻ്റെ ആധിപത്യം പിശാചിൻ്റെ കയ്യിലായിരിക്കും. അത് നമ്മൾ ചെയ്യുന്ന ഈ പ്രലോഭനം പാവം കൊണ്ടാണ്. പാവം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പ്രൈസ് ദി ലോർഡ്. 3 കാര്യം ഞാൻ പറഞ്ഞല്ലേ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാര്യം തന്നെ ഒന്നില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആരാ ആധിപത്യം എടുക്കുന്നത്? പിശാച് എടുക്കും. അപ്പം നീ വചനം പാലിക്കുമ്പോൾ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ വചനം പാലിക്കുമ്പോൾ നീ എൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിയമവർത്തനം 11:8 പറയുന്നത് നീ ശക്തി പ്രാപിക്കും. നിനക്ക് നീ വസിക്കുന്നതിൽ നിനക്ക് ആധിപത്യം ഉണ്ടാകും. നിൻ്റെ ശരീരത്തിൻ്റെ പോലും നിനക്ക് ആധിപത്യം ഉണ്ടാകും. പിശാചിന് ആധിപത്യം വിട്ടുപോകും. അപ്പോഴാണ് നീ സമാധാനം അനുഭവിക്കുന്നത്. നമുക്കെല്ലാം ഉണ്ടാകും, എന്നാലും സമാധാനം ഉണ്ടാകാത്തതിൻ്റെ കാര്യം ആധിപത്യം പിശാചിനാണ്. എപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കും. എപ്പോഴും നമുക്ക് ഡിപ്രഷനാണ്. ചെറിയ കാര്യം മതി നമ്മൾ സങ്കടപ്പെടാൻ, പേടിക്കാൻ. ചെറിയ കാര്യം മതി. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിശാചിന് ആധിപത്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വചനം പാലിക്കണം. വചനത്തിന് പ്രത്യേകത എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ കണ്ടിട്ടില്ല, എപ്പോഴും ബൈബിള് കയ്യിലുണ്ടാകണം. 1/2 മണിക്കൂർ ബൈബിൾ വായിച്ചിട്ട് അത് നിങ്ങൾ ശ്രമിക്കെങ്കിലും ട്രൈ ചെയ്യും. വചനം പറയുന്നതൊക്കെ ക്ഷമിക്കാൻ പറഞ്ഞ് കണ്ണും പൂട്ടി ക്ഷമിക്കുക. അതിൽ ഇനി എന്ത് നഷ്ടം വന്നാൽ, അപമാനം വന്നാൽ കുഴപ്പമില്ല. ചിലപ്പോൾ നഷ്ടം വരും. ആൾക്കാരുടെ മുമ്പിൽ പരിഹസിക്കുക, ആൾക്കാർ പരിഹസിക്കും, കുഴപ്പമില്ല. പക്ഷെ ആധിപത്യം നിനക്കുണ്ടാവും. നിൻ്റെ ജീവിതത്തിൻ്റെ മുകളിലുള്ള ആധിപത്യം നിനക്കാണ്. നീ യഥാർത്ഥ സമാധാനം നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വചനം നമുക്ക് പാലിക്കാൻ സാധിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. വചനം പാലിക്കാൻ സാധിക്കണ്ടേ? അതെങ്ങനെ സാധിക്കും? വചനം അത് അനുസരിക്കണമല്ലോ. അനുസരണയും ദൈവം പറഞ്ഞ എന്താണ്? നീ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൽപ്പന പാലിക്കണം, അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസം വേണം. വിശ്വാസം. നമുക്ക് ഒരു സഹനം വരുമ്പോൾ എന്താ ആദ്യം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിശ്വാസം നമ്മളെ വിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഴയ കാര്യങ്ങളെല്ലാം മറക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെല്ലാം മറക്കും. വിശ്വാസം ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ എന്താണ്? നിങ്ങൾക്ക് സങ്കടം വന്നാൽ നിങ്ങൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിൽ പേടിയും സങ്കടവും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യം ആ ബോധ്യം വിട്ടുപോയിരിക്കുക നിങ്ങൾക്കെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം പോയിരിക്കുകയാണ്. വിശ്വാസം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുക? ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അതുണ്ടാകില്ല. അത് ശ്രദ്ധിച്ചോ കേട്ടോ. അതിനൊരു ടിപ്സ് ഞാൻ തരാം. ടിപ്സ്. എന്ത് സങ്കടം വന്നാലും, എന്ത് പ്രതീക്ഷിക്കാത്ത പ്രതികൂല സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ആദ്യം ചെയ്യേണ്ടത് വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ഈശോ ചെയ്തതാ. വിശ്വാസം പോകാതെ നോക്കണം. അതിനെ ഇങ്ങനെ കയറി പിടിക്കണം. അതെങ്ങനെയാണ് മുറുകെ പിടിക്കാൻ പറ്റുക വിശ്വാസത്തെ? ഒരു സങ്കടം വന്നാൽ, ഒരു സഹനം വന്നാൽ ആദ്യം സംഭവിക്കുന്ന വിശ്വാസം തന്നെ വിട്ട് പോകും. അപ്പോൾ വിശ്വാസത്തെ എങ്ങനെയാണ് മുറുകെ പിടിക്കുക? മുറുകെ പിടിക്കാനുള്ള ഒരു വചനമുണ്ട്. അത് മാർക്കോസ് 14:36. അതിൽ ഒറ്റ കാര്യം, 2 കാര്യമാണ് അതിൽ പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ടത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ഈശോ പ്രാർത്ഥിച്ച പോലെ, പിതാവേ, എനിക്ക് വരുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം നിന്നെക്കൊണ്ട് സാധിക്കും. ഈ രോഗം നിന്നെക്കൊണ്ട് മാറ്റാൻ സാധിക്കും. ഈ കടം നിന്നെക്കൊണ്ട് തീർക്കാൻ സാധിക്കും. ഈ വിഷയം, എൻ്റെ ഭർത്താവിൻ്റെ ഈ വിഷയം, എൻ്റെ ഭാര്യയുടെ ഈ വിഷയം നിന്നെക്കൊണ്ട് തീർക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട് ജപ്തായിപ്പോയി, എനിക്ക് വീടില്ല, എനിക്ക് വീട് നിന്നെക്കൊണ്ട് തരാൻ സാധിക്കും. എവ്രിതിങ് ഈസ് പോസിബിൾ വിത്ത് യു. എല്ലാം നിന്നെക്കൊണ്ട് സാധ്യമാണ്. അത് വിശ്വാസത്തെ മുറുകെ പിടിക്കാനുള്ള അതാണ് ഐഡിയ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈശോ അങ്ങനെ പറഞ്ഞ, പിതാവേ, എല്ലാം നിന്നെക്കൊണ്ട് സാധിക്കും. എൻ്റെ ഈ പാനപാത്രം മാറ്റാൻ നിന്നെക്കൊണ്ട് സാധിക്കും. നിന്നെക്കൊണ്ട് സാധിക്കും. പക്ഷേ എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്കിപ്പോൾ വന്നിരിക്കുന്ന സഹനം അത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നിറവേറട്ടെ. ഈ സഹനത്തിനെ മാറ്റാൻ നിന്നെക്കൊണ്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ അത് നീയാണ് തന്നിരിക്കുന്നെങ്കിൽ അത് നിറവേറട്ടെ. അതാണ് വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത്. എന്നിട്ട് അപ്പം തന്നെ ചേഞ്ചായി. പിന്നെ നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് സഹനമാണെങ്കിലും അത് ദൈവം അനുവദിച്ച് തന്നതാണ്, ഉറപ്പാണ്. ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ദൈവം അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ശക്തിപ്പെടുത്താൻ മാത്രമാണ്. അപ്പോൾ എന്താ ചെയ്ത? ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാർക്ക് 14:33 ഈശോ ഇങ്ങനെ, 36 ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ലൂക്കയിലാണ് ഇതിൻ്റെ ബാക്കിയുള്ളത്. അത് ലൂക്ക 22:43. അപ്പോൾ മാലാഖ വന്ന് ഈശോനെ ശക്തിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിഷയം, വിശ്വാസത്തെ മുറുകെ പിടിക്കാനുള്ള കാര്യം, നിങ്ങൾക്കൊരു സഹനം വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ഈശോയെ, നിന്നെക്കൊണ്ടിത് സാധ്യമാണ്. അത് പറഞ്ഞതിന് ശേഷം നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം നിങ്ങളെ ഫയൽ അങ്ങോട്ട് ഫുള്ള് ചെയ്ത് സൈൻ ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പിന്നെ വരുന്നതല്ല, വീട് ജപ്തായി, പിന്നെ ഇനിയും പ്രശ്നമായി, അതിൻ്റെ പുറത്ത് പ്രശ്നമായി. അതെല്ലാം എന്ത് സംഭവിച്ചാലും 2 കാര്യമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നിന്നെക്കൊണ്ട് മാറ്റാൻ സാധിക്കും. ഇതെല്ലാം നിന്നെക്കൊണ്ട് സാധിക്കും. രണ്ടാമത്, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും ജെറമ്യ 29:11, എൻ്റെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിൻ്റെ നന്മയ്ക്കാണ്, ഒരിക്കലും നിന്നെ താഴ്ത്താനില്ല. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ നഷ്ടത്തിനാകില്ല. അതിപ്പം നിനക്കറിയില്ല. അതേപോലെ റോമ 8:28 പറയണത്,
ദൈവത്തെ സ്നേഹിക്കുന്ന ഇത് തന്നെയാണ് സ്നേഹം. ഇത് തന്നെയാണ് സ്നേഹം. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക, നിലനിൽക്കുക, വിട്ടുപോകരുത്. അത് എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഈ ആഴ്ച ട്രൈ ചെയ്ത് നോക്ക്. ഇതൊക്കെ ഞാൻ പറയണത് ട്രൈ ചെയ്യും. ഒരു സഹനം വരുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ യെശയ്യാ 43:2 നിൻ്റെ ചിലപ്പോൾ ഈ സിറ്റുവേഷനൊന്നും മാറില്ല, ആ സാഹചര്യം അതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷേ നീ തീ കൂടി നടന്നാലും നീ പൊള്ളലേക്കില്ല, കടലിൽ നടന്നാലും നീ മുങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അമ്മയ്ക്ക് ക്യാൻസറാണ്, അമ്മയ്ക്ക് ക്യാൻസറായി. ആ കൊച്ച് കരയാണ്, ഇന്നലെ കരച്ചിലായി, ഉടമ്പടി എടുത്താണ്, എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ എന്ത് ചെയ്യും? പക്ഷേ ഞാൻ പറയണത് ആ സാഹചര്യം ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകും. അത് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവം നിറവേറ്റട്ടെ. പക്ഷേ അത് ക്യാൻസറായിട്ട് തോന്നില്ല, അമ്മയ്ക്കും തോന്നില്ല, മകൾക്കും തോന്നില്ല. അത് ഞാൻ വെറുതെ ഇല്ല പറയണത്. എൻ്റെ അമ്മ മരിച്ച സമയത്ത് ഞാൻ കുറേ സാക്ഷ്യങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്, കുറേ സ്ഥലത്ത് സ്റ്റേജ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അമ്മ മരിച്ചാൽ കൂടെ മരിക്കണമെന്ന് വിചാരിച്ചിരുന്നവനാണ് ഞാൻ. പക്ഷേ അമ്മയുടെ മരണം, അമ്മ മരിച്ച് കിടക്കുമ്പോൾ ഞാൻ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് പറയുക, ഇന്ന് വരെ അതുപോലത്തെ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് ഭ്രാന്തി പിടിച്ചിട്ടൊന്നുമില്ല, അത് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ. ആ മരണമൊക്കെ അത് നീ തീ കൂടി നടന്നാലും നിനക്ക് പൊള്ളലേക്കില്ലെന്ന് പറഞ്ഞ പോലെ അമ്മ മരിച്ചു കിടക്കണമെന്നോ എനിക്കൊരു പ്രശ്നമേ ഇല്ല. അതിനേക്കാളും വലിയ സ്നേഹമാണ് നമ്മളെ വന്ന് കവർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാത്തിനും നിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? ദൈവസ്നേഹം, ദൈവത്തെ സ്നേഹിക്കുക. 1 കൊരിന്ത്യർ 14:1 പറയണത് ദൈവത്തിൻ്റെ മുകളിലുള്ള സ്നേഹമാണ്. നമ്മൾ തുടങ്ങിയത് എവിടെ വെച്ചാണ്? നീ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കാത്ത, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സാധിക്കാത്ത, പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം നമുക്ക് 3 കാര്യമാണ്. ഞാൻ റിവൈസ് ചെയ്യാണ്. അതിൻ്റെ 3 കാര്യം. 1 സുഖസൗകര്യമാണ്. പിന്നെ 1-ാം സ്ഥാനം നമ്മൾ ഈ ലോകത്തിൻ്റെ നഷ്ടപ്പെടുന്നതിന് 1-ാം സ്ഥാനം കൊടുക്കുന്നതും, പിന്നെ വിട്ടുപോയതിനെല്ലാം തിരികെ നോക്കും. ചിലപ്പോൾ കുറ്റം പറയേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസത്തേക്ക് തീരുമാനിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഇനി ആരെയും കുറ്റം പറയേണ്ട, കുറ്റം കേൾക്കേണ്ടത്. പിന്നെയും പഴയ പരിപാടി നമ്മൾ തുടങ്ങും. പാവങ്ങൾ പിന്നെയും ചെയ്യാൻ തുടങ്ങും. വെറുപ്പ് വിട്ടുകളയാമെന്ന് പറഞ്ഞാൽ ക്ഷമയൊക്കെ പറയും. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അത് ആലോചിച്ചെടുക്കും. ഇങ്ങനെ പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ കാരണം നിൻ്റെ അകത്ത് ദുരാശ കിടപ്പുണ്ട്. ദുരാശ കടന്നാൽ മാത്രമേ പിശാചിനെ നിൻ്റെ മുകളിൽ ആധിപത്യം കൊണ്ടുവരാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ദുരാശ കിടപ്പുണ്ട്, എനിക്കത് വേണം. ആഗ്രഹങ്ങൾ കുറേ കിടപ്പുണ്ട്. ആഗ്രഹങ്ങൾ വിട്ടിട്ട് അത് ഈശോയുടെ ആഗ്രഹമായിട്ട് മാറ്റണം. ഒരു കാര്യം ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇത് പറഞ്ഞായിരുന്നു, ഈശോയ്ക്ക് അറിയാം നിനക്ക് എന്തൊക്കെ ആവശ്യമാണ്. ഇതെല്ലാം ആവശ്യമാണെന്ന് ഈശോയ്ക്ക് അറിയാം. നീ ജീവിക്കാനുള്ളത് എന്തോ അതെല്ലാം ഈശോ നമുക്ക് തരും. പക്ഷേ നമുക്ക് ജീവിക്കാനുള്ളതില്ല നമ്മൾ ചോദിക്കുന്നത് ജീവിക്കാനുള്ളത് ദൈവം തന്നിരിക്കും. നീ അത് ചോദിച്ചാൽ മതി. അത് നിനക്കെന്ത് ജീവിക്കാൻ ആവശ്യമാണോ അതെല്ലാം ദൈവം തരും. ജീവിക്കാൻ ആവശ്യമുള്ളത് ദൈവം തരാതിരിക്കില്ല. പക്ഷേ നമുക്ക് പരാതി എന്താണെന്ന് വെച്ചാൽ, പെരുവെറുപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദുരാശ ആഗ്രഹമുണ്ട്. നമ്മളുടെ ആഗ്രഹമെല്ലാം ദുരാശയാണ്. അതാണ് നമ്മൾ ആഗ്രഹിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, അത് കേട്ടില്ല, ഇത് കേട്ടില്ലെന്ന്. അതൊക്കെ നിനക്ക് ജീവിക്കാൻ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിക്കാൻ ആവശ്യമുള്ളത് ദൈവം തരും നിനക്ക്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നഷ്ടപ്പെടുന്ന അപ്പത്തിന് വേണ്ടി നീ അധ്വാനിക്കേണ്ട എന്ന് ഈശോ പറഞ്ഞ കാര്യം അതാ. നീ അങ്ങനെ ചോദിക്കുമ്പോൾ, നീ ദുരാശയിൽ നഷ്ടപ്പെടുന്ന അപ്പം ചോദിക്കുമ്പോൾ, നഷ്ടപ്പെടുന്ന അപ്പത്തിൻ്റെ അധികാരം ആരുടെ കയ്യിലാണ്? സാത്താൻ്റെ കയ്യിലാണ്. അപ്പം നീ ചോദിക്കുന്ന ഓട്ടോമാറ്റിക്കലി സാത്താൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. അതിൻ്റെ അധികാരം സാത്താനല്ലേ. സാത്താൻ പറയും ഞാൻ തരാതെ. സാത്താൻ തരുമ്പോൾ സാത്താൻ വരുന്ന എന്തിനാ? അവൻ നുണയനാണ്, നിന്നെ ചതിക്കും, കുഴി ചാടിക്കും, ദൈവത്തിരുന്ന് നിങ്ങളെ അകത്തിക്കളയും. അപ്പോൾ ഈ ദുരാശ കൊണ്ടാണ് നമ്മൾ ദൈവത്തിലിരുന്ന് അകന്ന് നിൽക്കുന്നത്. ദുരാശ വേണ്ട, എപ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്?
അത് പത്രോസ് പറഞ്ഞ പോലെ നീയും എന്നെ വിട്ടു പോകുന്ന. ഞാൻ എപ്പോഴും ഈശോ പറയുന്നത്, നമ്മ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പം നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകും. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ചോദ്യവും ഉണ്ടാകും, നീ എന്നെ വിട്ടു പോകുന്ന. അപ്പോൾ ജീവൻ തരുന്ന വചനം നിൻ്റെ അടുത്ത് മാത്രമാണുള്ളത്, ഞാൻ നിന്നെ വിട്ട് പോകില്ല. പ്രൈസ് ദി ലോർഡ്. അത് പ്രാർത്ഥിക്കണം, ഞാൻ നിന്നെ വിട്ടു പോകില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ വചനം പാലിക്കണം, വചനം അനുസരിക്കണം. അപ്പോൾ വചനം അനുസരിക്കാൻ എന്ത് വേണം? വചനം അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കുന്ന എന്താ? വചനം അനുസരിച്ചാലേ നമുക്ക് ദൈവാനുഭവം, നമുക്ക് നേരത്തെ നഷ്ടപ്പെട്ട ദൈവാനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ വചനം അനുസരിക്കണം. ആ വചനം അനുസരിക്കാൻ സാത്താൻ എന്താ ചെയ്തിരിക്കണം? നിൻ്റെ വിശ്വാസം എടുത്ത് കളഞ്ഞിരിക്കുക. അപ്പോൾ വീണ്ടും വിശ്വാസത്തെ മുറുകെ പിടിക്കണം. മാർക്ക് 14:36 മുറുകെ പിടിക്കേണ്ടത് എങ്ങനെയാണ്? ആ പ്രശ്നം വരുമ്പോൾ ഏറ്റു പറയണം. യു ഹാവ് ടു ഡിക്ലെയർ. നീ ഏറ്റു പറയണം. എന്ത് പറയണം? ദൈവമേ, നിന്നെക്കൊണ്ട് അസാധ്യം ഒന്നുമില്ല. അതേപോലെ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടം നിറവേറണ്ട. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കാര്യം ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ പ്രശ്നം നിങ്ങൾ ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. മനസ്സുകൊണ്ട് ദുരാശയെല്ലാം വിട്ടുകള. നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടിയില്ലെങ്കിൽ അപ്പം വിചാരിച്ചോ, ഏതെങ്കിലും കുറച്ച്, ഞാൻ ഒന്നില്ലെങ്കിൽ മടിയാണ്, എനിക്ക് സുഖസൗകര്യമാണ്, ഈ സഹനത്തെക്കുറിച്ച് എനിക്ക് പേടിയാണ്, രണ്ടാമത് ഞാൻ ഒന്നാം സ്ഥാനം ഈ ലോകത്തിൽ നഷ്ടപ്പെടുന്നതാണ് ദുരാശ വെച്ചിരിക്കുന്നത്, പിന്നെ പഴയ പാവങ്ങൾ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുകയാണ്, മറന്നുപോയതൊക്കെ പലവരെയും ക്ഷമിച്ചതൊക്കെ പിന്നെയും ഞാൻ വെറുപ്പ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഈ 3 കാര്യം നോക്കിക്കോ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്ന് തോന്നും. നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടില്ല. ഇതെല്ലാം വിട്ടുകളയണം. എന്നിട്ട് നിങ്ങൾ മുറുകെ പിടിച്ചോ. വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ടത് ദൈവമേ, നിന്നെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. അതുപോലെ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടമൊക്കെ ഞാൻ വിട്ടുകളയാം. എൻ്റെ ജീവിതത്തിൽ നീ നിയന്ത്രണം എടുത്താൽ മതി. നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എനിക്ക് എൻ്റെ ഇഷ്ടം ഇല്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചായിരുന്നു പേടി. നിങ്ങളുടെ സഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പേടിയായിരുന്നു. കടമായി, വീടില്ല, വീട് പോയി, ജോലി പോയി, അത് പോയി. അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല. പ്രശ്നമായിട്ട് തോന്നാത്തപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും. അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മ തന്നെ ദൈവം ഇടപെടാതിരിക്കാൻ നമ്മ അനുവദിക്കാതിരിക്കുന്നത് വിശ്വാസത്തെ വിട്ടുകളയുന്നുകൊണ്ടാണ്. വിശ്വാസം പോയി കഴിഞ്ഞാൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കില്ല. നീ പ്രലോഭനത്തിൽ സാത്താൻ്റെ ആധിപത്യത്തിലാണെങ്കിൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കില്ല. നീ തിരിച്ച് വെന്നോന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നീ നിൻ്റെ ദുരാശയെ വിടണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആശയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും. അത് നഷ്ടപ്പെടാത്തതായിരിക്കും. നിനക്ക് പിന്നെ കിട്ടുന്നതെല്ലാം നഷ്ടപ്പെടാത്തതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ കിട്ടുന്ന കൃപ ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് നിൻ്റെ കൂടെ. അത് തന്നെയാണ് ആദ്യം പത്രോസിനെ ദൈവം മീനിനെ കൊടുത്ത് ആ വല കീറിപ്പോയി. അത് അനുഗ്രഹമാണ്, നഷ്ടപ്പെടും. അനുഗ്രഹമാണ് അവരാദ്യം ചോദിച്ചത്. അത് നഷ്ടപ്പെടുമെന്ന് ദൈവം കാണിച്ചതെന്ന്. പിന്നെ ഉയർപ്പിന് ശേഷം പിന്നെ വീണ്ടും മീനിനെ മീൻ കൊടുത്തപ്പോഴത്തേക്കും അന്ന് മീൻ കിട്ടിയതൊന്നും വല കീറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാത്ത അപ്പമാണ്. അത് ഈശോയെ തന്നെയാണ് വേണ്ടിയത്. ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഈശോയുടെ ഇഷ്ടപ്രകാരം നിൻ്റെ ജീവിതത്തിൽ തരുന്നതെല്ലാം അത് പൂർണ്ണതയിലായിരിക്കും. നിൻ്റെ സന്തോഷത്തിനായിരിക്കും, സമാധാനത്തിനായിരിക്കും. നീ നിൻ്റെ ഇഷ്ടത്തിന് ചോദിക്കുന്ന അനുഗ്രഹങ്ങളെ എല്ലാം അത് സാത്താൻ ഇടപെടും. ആധിപത്യം സാത്താനിലായിരിക്കും. അപ്പം ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കുക, ഒന്നാം സ്ഥാനം കൊടുക്കുക, ക്ഷമിക്കുക, അതുപോലെ ദൈവത്തിനെ സ്നേഹിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന എന്താ? ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്നേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അവൻ അയച്ചവനിൽ, അവൻ്റെ മകനിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ മാത്രം വിശ്വസിക്കുക. ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവാനുഭവം കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ മനസ്സിൽ നഷ്ടപ്പെടുന്ന അപ്പത്തിൻ്റെ ദുരാശ കിടപ്പുണ്ട്.
അത് വേണം, ഇത് വേണം, എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, കുറേ പരാതി, അത് സങ്കടം, കരച്ചിൽ, പെരുവെറുപ്പ്, എപ്പോൾ നോക്കിയാലും കരച്ചിൽ. എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, അങ്ങനെ സംഭവിച്ചു, ഇതായിപ്പോയി, അതായിപ്പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ കരച്ചിലാണ്. ഒരു ദിവസം ചില ചേച്ചിമാരൊക്കെ ഇന്ന് വിളിച്ചിട്ട് ഒരു കാര്യം പറയും, നാളെ വിളിച്ചിട്ട് വേറെ കാര്യം. ഇന്നലെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു പോണ്ടിച്ചേരി ഇരുന്ന ഒരു ചേച്ചി പോണ്ടിച്ചേരി ഇരുന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നൈറ്റ് ഉറങ്ങി, ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിക്കിടയ്ക്കാന്ന്, കാലത്തെ എണീച്ച് എൻ്റെ ഭർത്താവിനെ കാണണില്ല. പ്രൈസ് ദി ലോർഡ്. അതാ ആ പ്രശ്നം, ഭർത്താവിനെ കാണില്ലെന്ന് പറഞ്ഞ് കരച്ചിലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഭർത്താവ് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, വരും എന്ന് പറഞ്ഞ് അത് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തേക്ക് പറയുക, എൻ്റെ മകൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്, അവൻ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് പ്രശ്നമാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഇങ്ങനെ നിങ്ങൾക്ക് ഡീവിയേറ്റ് ചെയ്യും. ചിലവർ അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക വരും, അപ്പം തന്നെ പറയും എൻ്റെ ILTC പാസ്സായി, ഇത് കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ലിസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടില്ല. ഇതെല്ലാത്തിനും ദൈവമേ, എനിക്ക് ILTC ആണെങ്കിലും നിന്നെ കൂടെ സാധിക്കും, എനിക്ക് നീ മതി, നിൻ്റെ ഇഷ്ടം എന്താണോ നിറവേറട്ടെ. അമ്മയുടെ ക്യാൻസറാണ്, നിനക്കറിയാം, ക്യാൻസർ പോയിട്ട് എന്ത് രോഗത്തിന് നിൻ്റെ കയ്യിൽ മരുന്നുണ്ട്, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ഈശോയെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നീ ശക്തി പ്രാപിക്കും. അത് അനുഭവിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നീ സത്യം പറയാൻ നിനക്ക് ഒരു വേദനയും അറിയില്ല, ക്യാൻസർ ഒന്നും തോന്നില്ല നിനക്ക്, അതൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നില്ല. അമ്മയെക്കാളും 100 കോടി ഇരട്ടി നിനക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് തോന്നുന്നു അമ്മയ്ക്ക് ക്യാൻസർ ആയില്ല, ഇനി എന്ത് ചെയ്യും? അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ നിറവേറട്ടെ, പിന്നെ സംഭവിക്കുന്നതൊക്കെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.